ഈ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാറിൻ്റെ പ്രസവം അത് യൂട്യൂബിലൂടെ വീഡിയോ ആയി അവർ പുറത്തു വിട്ടു. പക്ഷേ അത് കുറേയേറെ പേർ അത് വലിയ അസഹിഷ്ണുത പുലർത്തുന്നതായി നമ്മൾ കണ്ടു. നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കളിമൺ എന്ന സിനിമയിലൂടെ ശ്വേതാ മേനോൻ ഇത്തരത്തിൽ സ്വന്തം പ്രസവം ലൈവായി കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് ഭർത്താവ് കൂടെ നിൽക്കുന്നു. ഇപ്പോൾ ദിയ തന്നെ പറഞ്ഞത്, സാധാരണഗതി അപരിചിതരായ നേഴ്സുമാരും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇത്രയും വേദന അനുഭവിക്കുന്ന സമയത്ത് അവരൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു വേദന കൂടും. പക്ഷേ ഉറ്റവരെല്ലാം ചുറ്റും നിൽക്കുമ്പോൾ എത്ര വേദനയാണെങ്കിലും ഒരു ആശ്വസിപ്പിക്കാനും ഒക്കെ അതോടൊപ്പം തന്നെ പ്രസവം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും നിർവൃതിയും ഒക്കെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇത് നിർബന്ധമാണ്, കാരണം ഹസ്ബൻഡ് കൂടെ നിന്നേ പറ്റൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഈ പഴഞ്ചൻ രീതികൾ മാറേണ്ടതില്ലേ? അതുമാത്രമല്ല, ഈ പുരോഗമനവാദികളെന്ന് പറയുന്നവർ പോലും ഇപ്പോൾ ഇത്തരത്തിൽ ഇതിനെതിരെയുള്ള പോസ്റ്റുകളുമായി രംഗത്ത് വരികയാണ്. എങ്ങനെ കാണാം ഇതിനെ? ഇതിൽ രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, ദിയ അടങ്ങുന്ന കൃഷ്ണകുമാറിന്റെ മക്കള്, അവരെ സംബന്ധിച്ച് മൂന്ന് പെൺകുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നത്. 4 പേര്. ഈ പെൺകുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് വളർത്തുന്ന ഒരാളാണ് കൃഷ്ണകുമാർ. മാത്രമല്ല, അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഈ സൊസൈറ്റിയിൽ അവര് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്പേസ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു പുരോഗമനകരമായിട്ടുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന സ്പേസാണ് അവരെടുത്തിരിക്കുന്നത്. ഏതാണ്ട് യൂത്ത് ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും അട്രാക്റ്റ് ചെയ്യുന്ന, ഫോളോ ചെയ്യിക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ യൂട്യൂബ് ചാനലുകളും പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പല കുട്ടികളും, അതായത് പെൺകുട്ടികളും കൃഷ്ണകുമാറിന്റെ മക്കളായിട്ടുള്ള പെൺകുട്ടികളുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒക്കെ ഫോളോ ചെയ്ത് അനുകരിക്കാൻ പോലും ശ്രമിക്കുന്ന ആളുകളാണ്. കാരണം അതിലൊരു പുരോഗമനകരമായിട്ടുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള അംശമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്. കൃഷ്ണകുമാർ തത്വത്തിൽ ആളൊരു BJP കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു BJPയുടെ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ആയിരിക്കണം കൃഷ്ണകുമാർ വർക്ക് ചെയ്യണമെന്ന് ചിലപ്പോൾ BJPക്കാർക്ക് തോന്നാം. ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ഇടതുപക്ഷ സമൂഹം ഈ വിഷയത്തിന് സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യ വിഷയത്തിൽ കാണാതെ ഇതൊരു ഗോപ്യമായി വെക്കേണ്ട ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതും, കൃഷ്ണകുമാറിനെ പോലൊരു BJP കാൻഡിഡേറ്റായ അയാളുടെ കാഴ്ചപ്പാട് ചിലപ്പോൾ അതായിരിക്കണം എന്നോ എനിക്കറിയില്ല, പക്ഷെ അയാളൊരു BJP കാൻഡിഡേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ദിയക്കെതിരായിട്ടും കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അതിലൊരു വൈരുദ്ധ്യം വരണമെന്ന് വെച്ചാൽ, ഒരു വശത്ത് BJPയുടെ രാഷ്ട്രീയം പിന്തുടരുന്ന കൃഷ്ണകുമാറും അവരുടെ മക്കളും സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയും അവരുടെ പ്രസവം അടക്കമുള്ള ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ടതല്ല എന്നും, ഇതൊക്കെ സൊസൈറ്റിയിലെ എല്ലാവരും, ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിക്കുന്ന വേദനയും അത് പ്രസവം കഴിഞ്ഞുണ്ടാവുന്ന സന്തോഷവും കുടുംബത്തിലെ ഭർത്താവ് അടക്കമുള്ള ആളുകൾ കൂടെ ഉണ്ടാവണമെന്നും അല്ലെങ്കിൽ അവരും കൂടി അറിയണമെന്നും വരുന്നത് യഥാർത്ഥത്തിൽ ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ ഇടതുപക്ഷ സമൂഹം അയാളെ പൊളിറ്റിക്കലായിട്ട് കണ്ട് അയാളുടെ മകളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിമർശിക്കുകയാണ്. അയാളുടെ മകളെ മാത്രമല്ല, നമ്മളുടെ ഒരു കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ രീതിയിൽ പുരോഗമന ആശയങ്ങൾ പറയുന്ന ആളുകൾ പോലും പലപ്പോഴും ഒട്ടും പുരോഗമനകരമല്ലാത്ത രീതിയിൽ സ്ത്രീകളെ കാണുന്ന ഒരു വിഷയമുണ്ട്. സ്ത്രീകൾ ഇപ്പോൾ രാത്രി നടക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ആമ്പിള്ളേരുമായിട്ട് കറങ്ങി നടക്കാൻ. ഇപ്പം അതൊക്കെ കുറേ മാറി. പക്ഷെ എന്ന് പറഞ്ഞാലും ഈ രീതിയിൽ ഇപ്പോഴും മനസ്സ് സൂക്ഷിക്കുന്ന ഒരുപാട് ഇടതുപക്ഷ ആളുകളുണ്ട്. ഇടതുപക്ഷത്തിന്റെ ലീഡർഷിപ്പ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തിന്റെ ആളുകളുണ്ട്. അവരുടെ പലരുടെയും ചിന്താഗതി സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫ്യൂഡൽ കാഴ്ചപ്പാട് തന്നെയാണ്. മുതലാളിത്തത്തിന്റെ പോലും സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള വികാസത്തെ അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇതിപ്പോ ദിയയെ പോലുള്ള ഒരു ആളെ സംബന്ധിച്ച് പറയുകയാണ്. ഇപ്പൊ അമേരിക്കയിൽ നമ്മളിപ്പോ ഇവിടെ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു 1.5-2 മാസം സ്ത്രീകൾക്ക് ഇപ്പൊ നമ്മള് ലീവ് കൊടുക്കുന്നു, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അമേരിക്കയിലൊക്കെ 10 ദിവസം കഴിഞ്ഞ് അവർ ജോലിക്ക് പോകും. കാരണം ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ബയോളജി. പൂച്ച പ്രസവിച്ച് അപ്പൊ തന്നെ എഴുന്നേറ്റ് പോകുന്നു, പട്ടി പ്രസവിച്ചു അവര് അപ്പൊ തന്നെ എഴുന്നേറ്റ് പോകുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമ്മൾക്ക് ശരീരത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഉം. നട്ടെല്ലൊക്കെ ഒന്ന് കൃത്യമായിട്ട് സെറ്റാക്കി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ദിവസത്തെ റെസ്റ്റ് പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി വരും. അതേസമയം അതിന് പണ്ട് വീടുകളിലല്ലേ സ്ത്രീകൾ പ്രസവിച്ചിരുന്നത്. 15ഉം 18ഉം വരെ പ്രസവിച്ച സ്ത്രീകളുണ്ട്. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ ആശുപത്രിയിൽ പോകുന്നില്ല, ആശുപത്രി ഉണ്ടായിരുന്നില്ല അന്നത്തെ സംവിധാനത്തിൽ. അവർ സ്വയം പ്രസവിക്കണം. അന്ന് വയറ്റാട്ടികളാണ്. സ്വയം പ്രസവിക്കുന്നു, അല്ലെങ്കിൽ വയറ്റാട്ടികളുടെ സഹായം ഉണ്ടാകുന്നു. അവർ ഈ പൊക്കിൾ കൊടി കട്ട് ചെയ്യുന്നു, അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇപ്പം നമ്മൾക്ക് പണ്ട് നെല്ല് കുത്തിക്കൊണ്ടുപോയി ഇരുന്നപ്പോൾ പ്രസവിച്ചു എന്ന് വെച്ചാൽ ഏറ്റവും അവസാന നിമിഷം വരെ. ഇന്ന് പ്രസവം എന്ന് പറയുന്നത് ഭയങ്കര ബിസിനസ്സാണ്. പ്രസവത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ആശുപത്രികൾ വരുന്നു, പ്രസവം മാത്രമായിട്ട് ശുശ്രൂഷകൾ വരുന്നു, പ്രസവത്തിന് വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. 2000-3000 രൂപയ്ക്ക് പ്രസവിക്കാവുന്നതാണ്. അത് നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ അത് കൂടുതലായിട്ട്. പക്ഷെ അങ്ങനത്തെ സർക്കാർ സംവിധാനത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു വിശ്വാസം ഇല്ല. അത് നല്ല ചിലത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സന്ദർഭങ്ങളിൽ കുറച്ചും കൂടിയും ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥലങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ട രീതിയിൽ നമ്മളുടെ ചിന്ത ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ ആശുപത്രിയിലേ പോകില്ല എന്ന് പറയുന്ന വാശിയിൽ നിന്ന് മാറി ഇന്ന് ആശുപത്രികളിലേക്ക് പോകുമ്പോൾ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശുക്കൾ മരിക്കുന്ന റേറ്റ്, അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന അപകടങ്ങൾ, മരണങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ ശാസ്ത്രത്തിൽ ഉണ്ടായിട്ടുള്ള വികാസമാണ്. ഈ സ്വന്തം പ്രസവം അത് എവിടെയാണെങ്കിലും ദിയ അല്ല, ഏതൊരു പെൺകുട്ടിയാണെങ്കിലും. ഇപ്പൊ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ എന്ന നിലയിലല്ല, അത് ലോകം കാണുന്നതിൽ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അവരൊക്കെ ഇപ്പൊ യൂട്യൂബ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ അവരുടെ പ്രസവിക്കാതെ പ്രഗ്നന്റ് ആയ അന്ന് മുതൽ അവരിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലൂടെ. അതും ഇന്നിപ്പോ ഒരു ബിസിനസ് എന്ന രീതിയിൽ മാറിയിട്ടുണ്ടെന്ന് കൂടി നമ്മൾ കാണണം. എല്ലാ കാര്യങ്ങളും ഇപ്പൊ കുട്ടികൾ ഉണ്ടാവുന്നതും കുട്ടികൾ പ്രസവിക്കുന്നതും ആ കുട്ടികളുടെ വളർച്ചയും അവരുടെ എല്ലാ കാര്യങ്ങളും യൂട്യൂബുകളിലൂടെ ഇട്ട് ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന യൂട്യൂബർമാരുണ്ട് നമ്മുടെ നാട്ടില്. പക്ഷെ അതാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഈ സ്ത്രീകളുടെ പ്രസവം പോലും അവർക്ക് തുറന്നു പറയാൻ കഴിയുന്ന രീതിയിൽ ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യാവുന്ന രീതിയിൽ ഇത് വികസിച്ചിരിക്കുന്നു എന്നതിനെ നമ്മൾ അഡ്രസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. അത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പൊതുസമൂഹം എടുക്കുന്നൊരു രീതിയുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഓരോരുത്തരെടുക്കുന്ന നിലപാട് അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം. കൃഷ്ണകുമാർ ഒരു BJP നേതാവായതുകൊണ്ട് ആ രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ, ആ രീതിയിലുള്ള കമൻറ്റുകൾ, ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് അങ്ങനെ നിലപാടുകൾ എടുക്കുമ്പോൾ അത്തരം നിലപാട് എടുക്കുന്നവരിൽ നിന്നും ഒരു ന്യൂ ജനറേഷനിലുള്ള പിള്ളേരുണ്ടല്ലോ, ന്യൂ ജനറേഷൻ പിള്ളേര് ഈ കൃഷ്ണകുമാറിന്റെ മക്കളായിട്ടുള്ള പെൺകുട്ടികളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അത് അവരുടെ രാഷ്ട്രീയത്തിന് നോക്കിയല്ല, അവര് യഥാർത്ഥത്തിൽ പറയുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യമായതുകൊണ്ടും പുരോഗമനപരമായിട്ടുള്ള നിലപാടായതുകൊണ്ടാണ് ന്യൂ ജനറേഷനിലെ പെൺകുട്ടികൾ അവരെ ഫോളോ ചെയ്യണത്. അല്ലാതെ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം അതിൽ ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിലാണ് ആ പെൺകുട്ടികൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പോവുകയോ അച്ഛനെ അവർ സപ്പോർട്ട് ചെയ്യേണ്ടെന്നല്ലാതെ അവർ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല. ഇനി ഈ രാഷ്ട്രീയം BJPക്ക് സ്വീകാര്യമാണോ എന്ന് എനിക്കറിയില്ല. സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ദിയെ പോലുള്ള പെൺകുട്ടികൾ ഈ പ്രകടിപ്പിക്കുന്ന ഈ രാഷ്ട്രീയം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണെങ്കിലും സ്ത്രീകളുടെ പ്രസവത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അവർ യൂട്യൂബിലൂടെ വരുന്നതിന്റെ കാര്യങ്ങളാണെങ്കിലും BJPയുടെ ഒരു പൊതു രാഷ്ട്രീയം അനുസരിച്ച് സ്വീകരിക്കപ്പെടേണ്ടതല്ല. അപ്പൊ കൃഷ്ണകുമാർ ഒരു BJP സ്ഥാനാർത്ഥിയായി എന്നതുകൊണ്ടും നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇത് പറയുക വഴി അവർ പുറകോട്ട് പോവുകയാണ്. അവർക്കിത് യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു സ്ത്രീകളെ കുറിച്ചുള്ള ഒരു ഫ്യൂഡൽ കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിലാണ് അവർ ഇതെല്ലാം എതിർക്കുന്നത്. അത് സ്വയം അവർ മാറ്റല്ലാതെ അത് ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിലൂടെയാണ് മാറി പോകുന്നത്. പണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും ചുരിദാർ ഇട്ട് നടക്കാൻ അനുവദിക്കുമായിരുന്നോ? ഷർട്ട് ഇട്ട് നടക്കാൻ അനുവദിക്കുമായിരുന്നോ? ഇന്നിപ്പോ പെൺകുട്ടി ഇനി ഹാഫ് ഡ്രസ്സ്, അതൊന്നും ഇന്ന് ഒരു കുടുംബത്തിലും ഒരു പ്രശ്നമല്ല. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കട്ടെ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിന്റെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാരി അല്ലാതെ വേറെ എന്തെങ്കിലും ധരിച്ച് നടക്കുന്നതിന് സമ്മതിക്കുമായിരുന്നില്ല. പിന്നെ ഒരു കാലത്ത് നമുക്ക് മാറിമറിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്ന ആളുകളാണ് നമ്മളും. എല്ലാം മറച്ച് ഒരു കാലം ഉണ്ടായിരുന്നു.
ഇപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുണ്ടടക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കംഫർട്ടബിൾ ആയിട്ടാണെങ്കിലും ആണുങ്ങൾ ആരും എല്ലാം ഇത് കാണിക്കുന്നില്ല എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. മനസ്സിലായ? കംഫർട്ടബിൾ ആണെങ്കിലും മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നാത്ത രീതിയിൽ ഒരു ഡ്രസ്സിങ് പ്രിഫർ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു താല്പര്യം ജനങ്ങൾക്ക് തോന്നും. അതാണ് ശരിയാ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചയിലൂടെ തന്നെ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതായത് ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിക്കാനാണ് എല്ലാ ആളുകളും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് അടിസ്ഥാന തത്വം. അപ്പൊ അത് പരമാവധി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിന് ഇതൊക്കെ കണ്ടാല് ഒരു കാര്യവുമില്ല എന്ന് തോന്നുന്ന രീതിയിൽ സമൂഹം വളർന്നിട്ടില്ല. ചില ഇവര് ഡ്രസ്സ് ഇടാണ്ട് നടന്നാൽ പോലും ഞങ്ങൾക്ക് ഇതിലൊരു താല്പര്യമില്ല, ഡ്രസ്സ് ഇടാണ്ട് നടന്നോട്ടെ. പണ്ട് ഇങ്ങനെ മാറുമറിക്കാതെ നടക്കുന്ന സ്ത്രീകളെ എല്ലാവരും റേപ്പ് ചെയ്യാറൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് അതിന് ഈ മാറുമറിക്കാതെ നടന്ന ആ സമൂഹം, മനസ്സിലായ, അവരിൽ ഒരാളും തന്നെ ഈ പെൺകുട്ടീനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ ബ്രസ്റ്റിൽ കയറി പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അവരെ അതിന് ഉപയോഗിച്ചത് മേൽ സമുദായത്തിൽപ്പെട്ട ആളുകളും സവർണരായിട്ടുള്ള ആളുകളുമാണ്. അതിന്റെ അളവും അതിന്റെ തൂക്കവും അവരെ എന്താ പറയാ ഉപയോഗിക്കാനൊക്കെ മാടമ്പികൾ അല്ലെങ്കിൽ ഫ്യൂഡൽ രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ഈ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളെ അവരുടെ മറ്റവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഒരേ സമുദായത്തിലോ സമൂഹത്തിൽ അതൊരു പ്രശ്നമായിരുന്നില്ല. അതിന്റെ ഇടയിൽ വന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഫുള്ള് മറച്ചു നടന്നു. അപ്പുണ്ട് ഇപ്പൊ ആളുകൾ അവർക്ക് എനിക്കൊരു കാര്യമുള്ളൂ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, ഒരു മാന്യമായ രീതിയിൽ നടക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.